ഇന്നത്തെ ജനറേഷനാണ് ജനറേഷൻ സെഡ്. അതിനു മുമ്പുള്ളതാണ് മില്ലേനിയം. അതിനു മുമ്പുള്ളതാണ് ജനറേഷൻ എക്സ്. അതിനു മുമ്പുള്ള ജനറേഷനാണ് ബേബി ബൂമർ. ബേബി ബൂമർ എന്ന് പറയുന്നത് 1946 മുതൽ 64 വരെയാണ്. എല്ലാ 16 വർഷവുമാണ് ജനറേഷൻസിനെ കുറിച്ച് പറയാറുള്ളത്. എന്താണ് ഈ ജനറേഷൻസിന്റെ പ്രത്യേകത? ഈ ബേബി ബൂമർ എന്ന് പറയുന്നത് വളരെ അഡമന്റ് ആയിരിക്കും, ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനെയാവാം, പക്ഷെ ഞാൻ ജനിച്ച അവസാനത്തെ ഭാഗമായതുകൊണ്ട് കുറച്ച് മില്ലേനിയം എക്സിന്റെ ഗുണവും എനിക്കുണ്ട്. അതെന്താ വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും സാഹചര്യങ്ങൾക്കൊത്ത് മാറാനും ഒക്കെ സഹായിക്കും. പിന്നുള്ളതാണ് മില്ലേനിയം. മില്ലേനിയം ജനറേഷന്റെ ഗുണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ദോഷം എന്താ വെച്ചാൽ, അവർ മുഖത്ത് നോക്കിയൊന്നും പറയില്ല, പക്ഷെ അവരുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവും. അവരെന്ത് ചെയ്യും? അവർ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. സാധിക്കാത്തപ്പോൾ പുറത്തു പോയിട്ട് പറയും അയാളെ കൊള്ളില്ല എന്ന് പറയും. അപ്പൊ പലപ്പോഴും മുഖത്ത് പറയില്ല, പക്ഷെ പുറത്തു പോയിട്ട് പറയും. ഇന്നത്തെ ജനറേഷൻ സെഡ്, ഈ കാലഘട്ടത്തിൽ 2020 ശേഷം ജനിച്ചിട്ടുള്ള പല കുട്ടികളുടെയും കാര്യം അവരെന്താണ് ചെയ്യുക? ഇപ്പൊ 24 വയസ്സൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാര് മുഖത്ത് നോക്കി അടിച്ച് പറയും നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാന്ന്. അവർക്ക് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയില്ല, ഒരാളോട് നല്ല വാക്കുകൾ പറയാൻ അറിയില്ല. ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത കാലത്തുള്ള എല്ലാ കമ്പനികളും, MNC കമ്പനികൾ, അമേരിക്കയിലൊക്കെ മിക്ക കമ്പനികളും അവർ തീരുമാനിച്ചിരിക്കുന്നത് 2020 ശേഷം ജനിച്ചവരെ അവർ കമ്പനിക്ക് പണിക്കെടുക്കില്ല എന്നുള്ളത്. ഈ മാറ്റം വരുത്തിയില്ലെങ്കിൽ അവരാണ് ഇന്നത്തെ ടീച്ചേഴ്സ്. മിക്കവാറും UKG LKG പഠിക്കുന്ന ടീച്ചർമാർ പോലും ചെറിയ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ട് എന്ത് പറ്റും? അടുത്ത ജനറേഷൻ ഇതിലും മോശമായിട്ട് മാറും. ഇതിന്റെ മകുടോദാഹരണമാണ് നമ്മൾ പലപ്പോഴും കേരളത്തിൽ കൊലപാതകങ്ങളിലും ഒക്കെ കാണുന്നത്. പലരും പറയാറുണ്ട് സീരീസ് അല്ലെങ്കിൽ സിനിമകൾ വരുന്നത് സമൂഹത്തിന്റെ ഒരു ദൃക്സാക്ഷിയായിട്ട് പലരും പകർത്തുന്ന കഥകളാണെന്ന്. ആ കഥകൾക്ക് പകരം എന്താണ് സംഭവിക്കുന്നത് ഇത്ര മാത്രമാണ്. പണ്ട് കാലത്തുണ്ടായിരുന്നത് നമ്മുടെയൊക്കെ ജനറേഷനിൽ, ജനറേഷൻ എക്സിലും ബേബി ബൂമേഴ്സിലും ഒക്കെ ഉണ്ടായിരുന്ന സിനിമകൾ സമൂഹത്തിന്റെ പ്രതിദാനം ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഏതോ ഒരാൾക്ക് തോന്നുന്ന ചില വികടമായ ചില കാര്യങ്ങൾ അവരാലോചിച്ചിട്ട് അവരെന്ത് ചെയ്യും? അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവർക്ക് തോന്നുന്ന ഒരു ലോകമാണെന്ന് പടുത്തുയർത്തി അതിനെക്കുറിച്ചുള്ള ഒരു സിനിമ ഉണ്ടാക്കി അത് കാണുന്ന ഇന്നത്തെ ജനറേഷൻസിന് അത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു വെപ്രാളം, വല്ലാത്ത ഒരു പരിഹാസം ഈ ലോകത്തോട്, ഒന്നിനോടും ഒരു മമതയില്ലായ്മ, സ്വയമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥ, അതാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ പിതാക്കൾ, മാതാക്കൾ ഇന്നത്തെ ജനറേഷനെ നന്നാക്കാൻ കെൽപ്പുള്ളവരായിട്ട് സാമൂഹ്യ സേവനത്തിന് ഉതരുന്ന എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നടത്തി അവരുടെ മാനസികാവസ്ഥയെ മാറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ ജനറേഷനും വെസ്റ്റേൺ ലോകത്താണെങ്കിൽ അത് ഇന്ത്യയിലും നല്ല പോലെ ബാധകമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവരുടെ കുടുംബം, അവരുടെ സ്നേഹം, അവരുടെ സ്വത്ത്, അവരുടെ സത്ത്, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിലൊക്കെ കുറേ ജാഗരൂകയായിട്ട് മാറേണ്ടിയിരിക്കുന്നു. അതില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു യുവത്വമാണ്, ഒരു ജനതയാണ്, ഒരു സമൂഹമാണ്, ഒരു ഭാരതമാണ്, ഒരു സ്നേഹമാണ്. ഇത് മാറ്റണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.